നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. തന്റെ പഠനം ഈ വർഷത്തോടെ തീരും. പിന്നെ ഒരു ജോലി. അത് തനിക്കൊരു പ്രശ്നമേ അല്ല. ഇന്നോളം വരെയും മനസ്സിലടക്കി പിടിച്ച ആ ഇഷ്ടം, അത് അവളോട് തുറന്നു പറയുന്ന നാളിന് എത്ര രാത്രികളിൽ സ്വപ്നം കണ്ടിട്ടുണ്ട്. തുറന്നു പറയാത്ത ഉള്ളിലെ പ്രണയം, അതിങ്ങനെ നാൾക്ക് നാൾ വളർന്നതും ശ്വാസം മുട്ടിക്കുന്നതും ആ പ്രണയത്തിന്റെ അവകാശിയോട് പങ്കുവെക്കുന്നതും ഓർത്ത് എത്രയെത്ര രാത്രികളിൽ ഉറക്കമില്ലാതെയായിട്ടുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെയാണ് ഇന്ന് ആ നിശ്ചലമായി വെള്ളപുതച്ച് കിടക്കുന്നത്. സഹിക്കാൻ വയ്യാത്തൊരു നോവ് കൊണ്ട് അവൻ പിടഞ്ഞു. ചുമരിൽ ചാരി ശാരിയെ നോക്കിയിരിപ്പാണ് മീര. ഇനിയൊരു അവസരമില്ലെന്ന പോലെ അവളുടെ കണ്ണുകൾ ആർത്തിയോടെ അമ്മയുടെ മുഖം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവസാന നിമിഷങ്ങളിൽ അമ്മ പറഞ്ഞ ഓരോ വാക്കുകളും അവൾക്കുള്ളിൽ കനൽ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ചുറ്റും നടക്കുന്നതൊന്നും അവൾ കാണുന്നുണ്ടായിരുന്നില്ല. ചുറ്റുമുള്ളവരെ ആരും അവൾ കാണുന്നുമുണ്ടായിരുന്നില്ല. എല്ലാത്തിനും ഓടി നടക്കുന്ന ക്രിസ്റ്റി ഇടയ്ക്കിടെ വന്നു നോക്കും. കണ്ണിമ പോലും വെട്ടാതെയുള്ള ആ ഇരിപ്പ് കാണുമ്പോൾ വീണ്ടും അവന്റെ ചങ്ക് കലങ്ങും. വന്ന പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോവും. മറിയാമ്മച്ചി ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാരീനി ഇല്ല എന്നുള്ളത്. മീരയുടെ കാര്യം പറഞ്ഞിട്ട് തന്നെയായിരുന്നു അവരുടെ വേദന മുഴുവനും. അന്ന് അവിടെ കൂടിയവർ മുഴുവനും വേദനിച്ച് അവളെക്കുറിച്ച് ഓർത്ത് തന്നെയായിരുന്നു. ഉമ്മാക്ക് എങ്ങനെയുണ്ട് ഷാനിക്ക? ഷോപ്പിലേക്ക് കയറി വരുന്നതിനിടെ ആരോ ചോദിക്കുന്ന കേട്ടാണ് ഷാനവാസ് തിരിഞ്ഞു നോക്കിയത്. പ്രമോദാണ്. റാക്കിലേക്ക് എന്തോ അടുക്കി വെക്കുകയാണ്. ഒരു സ്റ്റൂളിന്റെ മുകളിൽ കയറി നിൽപ്പാണ് അവൻ. അവനരികിൽ തന്നെ താഴെയുള്ളതെല്ലാം എടുത്തു കൊടുത്തുകൊണ്ട് ലിലിയും നിൽപ്പുണ്ട്. കുറവെന്ന് പറയാനൊന്നും ആയിട്ടില്ല പ്രമോദേ. ചെറിയൊരു ചിരിയോടെ ഷാനവാസ് പറഞ്ഞു. ഉമ്മാക്ക് ഒറ്റക്ക് മടുത്തിട്ടാവും ഷാനിക്ക. ആ വലിയൊരു വീട്ടിൽ ഒറ്റക്കല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് പോന്നാ പിന്നെ ജോലിക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ എന്ന് കരുതി അടുപ്പുള്ളവരോട് പറയുന്ന പോലെയൊക്കെ അവരോട് പറയാൻ നോക്കൂ. പാവം. പ്രമോദ് വീണ്ടും ജോലി തുടരുന്നതിനിടെ തന്നെ പറഞ്ഞു. പ്രമോദ് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചുവെങ്കിലും ഒരു വേള അയാളുടെ കണ്ണുകൾ ലില്ലിയിൽ ഉടക്കിപ്പോയിരുന്നു. ചുരുളൻ മുടിയഴകൾ വീണ് കിടക്കുന്ന നെറ്റിത്തടം, എപ്പോഴും ചെറിയൊരു മന്ദഹാസം ഒളിപ്പിച്ച് പിടിച്ച ചുണ്ടുകൾ. ഒറ്റ കളറുള്ള ഒരു ചുരിദാറാണ് വേഷം. നടക്കുമ്പോൾ ഞൊണ്ടലുള്ളത് കൊണ്ടായിരിക്കും ഒരു വള്ളിച്ചിരിപ്പാണ് കാലിൽ. ഒറ്റ നിമിഷം കൊണ്ട് അയാളുടെ കണ്ണുകൾ ലില്ലിയിൽ പതിഞ്ഞു. ഇടനെഞ്ചിൽ ഊറിക്കൂടിയ വെപ്രാളം. അന്നോളം അയാൾക്ക് പരിചിതമില്ലാത്തൊരു ഭാവമായിരുന്നു. പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ അവരിൽ നിന്നും തിരിഞ്ഞടക്കുമ്പോൾ അയാളുടെ ഹൃദയതാളം വല്ലാതെ കൂടിയിരുന്നു. ഓഫീസ് മുറിയിലേക്ക് കയറുമ്പോൾ സ്വയം അറിയാതെ അയാൾ ഒരിക്കൽ കൂടി അവരെ തിരിഞ്ഞു നോക്കി. മോനെ, അമ്മയാണടാ. ഫോണിൽ കൂടി ഒഴുകിയെത്തിയ ആ സ്വരം തളർന്നു തൂങ്ങിയ ആ അവസ്ഥയിൽ അവനൊരു ഉണർവ് പോലെ തോന്നി. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയോ പറച്ചിലോ ഇല്ലാഞ്ഞിട്ടും ആ നമ്പർ ഫോണിൽ സേവ് ചെയ്യുമ്പോൾ ഒരു ധൈര്യമായിരുന്നു. ആ പറയമേ. അരികിലിരിക്കുന്ന ഫൈസിയുടെ തൊളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ശാരിയുടെ ചടങ്ങുകളെല്ലാം തീർന്നിട്ടുള്ള ഇരിപ്പാണ്. അതുവരെയും ഒരിറ്റ് കണ്ണീർ പോലും പൊഴിക്കാതെ അമ്മക്കരികിൽ തന്നെ ഇരുന്നവൾ അമ്മയെ യാത്രയാക്കുമ്പോഴെങ്കിലും പൊട്ടിപ്പിളരുമെന്ന് കരുതിയവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഷാരിയുടെ നെറ്റിയിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തുകൊണ്ട് യാത്രയാക്കി. ആ കാഴ്ച കണ്ടിട്ടാണ് അവിടെ കൂടിയവരെല്ലാം കരഞ്ഞുപോയതും. ഫൈസി കരച്ചിലൊതുക്കാൻ ഒട്ടും വയ്യം തോന്നിക്കൊണ്ടാണ് തിരിഞ്ഞു നടന്നത്. എത്രയൊക്കെ തടഞ്ഞിട്ടും മോനെ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ, മകളെ ഓർത്ത് വേവരാതിയോടെ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ച് സങ്കടം പറയാം. ഷാരി ആന്റീനെ ഇല്ലെന്നോർക്കെ ക്രിസ്റ്റിയുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. ഒരു നാട് മൊത്തം ആരോരുമില്ല എന്ന് സങ്കടപ്പെട്ടിരുന്ന ഷാരിക്ക് വേണ്ടി സ്നേഹത്തോടെ യാത്ര പറയുമ്പോൾ മീര മാത്രം അപ്പോഴും ഉലയാതെ നിന്നു. മോനെ. വീണ്ടും ഡെയ്സി വിളിച്ചപ്പോഴാണ് ക്രിസ്റ്റി ഞെട്ടിയത്. ആ കേൾക്കുന്നുണ്ട്, പറയമേ. തോളുകൊണ്ട് മുഖം വീണ്ടും തുടച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. എനിക്കൊന്ന് അങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു. പതറിക്കൊണ്ട് അവരത് പറഞ്ഞതും ക്രിസ്റ്റിയുടെ നെഞ്ചൊന്ന് ആളി. കർത്താവേ, അമ്മ എങ്ങനെ? എന്താടാ? അവന്റെ ഞെട്ടിലറിഞ്ഞ പോലെ ഫൈസി ചോദിച്ചു. അമ്മയാ. ക്രിസ്റ്റി ശബ്ദം കുറച്ചുകൊണ്ട് അവനോട് പറയുമ്പോൾ ഫൈസിയുടെ നെറ്റി ചുളിഞ്ഞു പോയിരുന്നു. വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും തന്നെ ക്രിസ്റ്റി അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അമ്മയാണ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ അവന്റെ ഞെട്ടൽ സ്വാഭാവികമാവും. ഞാനിവിടെ. അവരോട് എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാൻ ക്രിസ്റ്റി വലഞ്ഞു. സത്യം അറിയുമ്പോൾ അമ്മയെ എത്ര വേദനിക്കുമെന്നാണ് അവൻ ഓർത്തത്. ശാരി എനിക്കറിയാം. ഇപ്പം മറിയാമ്മച്ചി പറഞ്ഞിട്ടാ അവള് പോയത് ഞാൻ അറിഞ്ഞത്. എനിക്കൊന്ന് കാണാൻ ആ മോളെ. ഡെയ്സി പറഞ്ഞ ക്രിസ്റ്റിയുടെ ശ്വാസം നിലച്ച പോലെയായി. ശാരിയെ എനിക്കറിയാം. ആ വാക്കുകൾ അവൻ വീണ്ടും വീണ്ടും കേട്ടു. ആരറിയരുതെന്ന് ഇത്രയും കാലം കരുതിയോ ആ ആള് തന്നെ പറയുന്നു. എങ്ങനെ അറിയാമായിരിക്കും? എന്നെ ഒന്ന് കൊണ്ടുപോവോ? തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ അനേകം ചോദ്യങ്ങളുണ്ടായിട്ടും ആ അപേക്ഷയിൽ അവന്റെ ചോദ്യങ്ങളെല്ലാം നിലച്ചുപോയിരുന്നു. ഞാൻ വരാം, റെഡിയായിട്ട് നിൽക്ക്. പിന്നെ ഒരു വാക്കിന് ഇടം കൊടുക്കാതെ അവൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ഇതൊക്കെ എപ്പോ?
ഫോൺ വെച്ചുകൊണ്ട് ഫൈസ അവനെ നോക്കി ചോദിച്ചു. പറയാൻ ഒരുപാടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നിന്നോട് സ്വസ്ഥമായിട്ട് പറയാമെന്ന് കരുതിയതാ. അതിപ്പോൾ ഇങ്ങനെയായി. ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞു. അമ്മയ്ക്കെല്ലാം അറിയാമെന്ന്, ഇങ്ങോട്ട് വരണമെന്ന്. അവനരികിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. ആ കീങ്ങിതാ, ഞാൻ പോയി കൊണ്ടുവരാമേ. നീ ഇവിടെ ഉണ്ടാവണം. മീരയ്ക്ക് അതൊരു ആശ്വാസമാവും. ഫൈസി എഴുന്നേറ്റുകൊണ്ട് ക്രിസ്റ്റിക്ക് നേരെ കൈ നീട്ടി. പിന്നെ ഒന്നും പറയാതെ ക്രിസ്റ്റി കീ അവൻ്റെ കയ്യിൽ കൊടുത്തു. ദാ നീ പോയി ഒന്ന് നോക്കടാ അകത്തേക്ക്. അവളൊന്നും കുടിച്ചു കാണില്ല. ഇത്രയും നേരമായില്ലേ. നീ പറഞ്ഞ അവൾ കേൾക്കും. നിന്നെ അവൾക്ക് അത്രയും. ബാക്കി പറയും മുന്നേ ഫൈസി തിരിഞ്ഞടന്ന് നിറഞ്ഞ കണ്ണുകൾ ക്രിസ്റ്റി കാണാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ഇച്ചെനിയും പോയില്ലേ? ക്രിസ്റ്റി മുറിയിലേക്ക് ചെല്ലുന്ന കണ്ടതേ മീര ചോദിച്ചു. ഷീല ചേച്ചിയോടൊപ്പം 2-3 സ്ത്രീകൾ കൂടിയുണ്ട് അവിടെ കൂടെ. അവൻ ചെല്ലുന്ന കണ്ടതും ഷീല ചേച്ചി ദയനീയമായി അവനെ നോക്കി. അവൾക്കായി എടുത്ത കഞ്ഞി എപ്പോഴും അവരുടെ കയ്യിലുണ്ട്. ഇച്ച എങ്ങനെ ഉപേക്ഷിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ മോളെ? അത്യധികം വേദനയോടെ ക്രിസ്റ്റി അവിടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. മീര ഒന്നും പറയാതെ അവനെ നോക്കിയിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല മോനെ. ആ ഇരിപ്പ് നോക്കി ഷീല കണ്ണുനീർ തുടച്ചുകൊണ്ട് ക്രിസ്റ്റിയോട് പറഞ്ഞു. ഇങ്ങ് തന്നേ ഷീലേച്ചി, ഞാൻ കൊടുത്തോളാം. ക്രിസ്റ്റി അവരുടെ കയ്യിലെ കഞ്ഞിപ്പാത്രത്തിന് നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ടാഞ്ഞിട്ട് അയച്ച. മീര അതേ ഇരിപ്പിൽ പറഞ്ഞു. എനിക്കറിയാം മോളെ, പക്ഷെ ഇച്ചക്ക് വേണ്ടി കൂടുതലൊന്നും വേണ്ട. 3-4 സ്പൂൺ മാത്രം. അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് ക്രിസ്റ്റി പറയുമ്പോൾ മീര ഒരു നിമിഷം അവനെ നോക്കിയിരുന്നു. അവസാനമായിട്ട് അമ്മ എന്നോട് പറഞ്ഞ് ഇച്ചയെ ബുദ്ധിമുട്ടിക്കരുതെന്നാ, എനിക്കത് പാലിക്കണം. അത് പറഞ്ഞുകൊണ്ട് അവൾ വാ തുറന്ന് കാണിച്ചു. തൊണ്ടയിൽ തടഞ്ഞൊരു കരച്ചിൽ അമർത്തി പിടിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി അവൾക്ക് മുമ്പിലിരുന്നത്. അവർ രണ്ടുപേരെയും തനിച്ച് വിട്ടിട്ട് മുറിയിലുള്ളവർ പുറത്തേക്ക് നടന്നു. ഞാനെന്താ കരയാത്തെന്നല്ലേ ഇച്ച ഓർക്കുന്നു? കഞ്ഞി കുടിക്കുന്നതിനിടെ തന്നെ മീര അവനെ നോക്കി. ക്രിസ്റ്റി അവൾക്കുള്ള ഉത്തരമൊന്നും കൊടുത്തില്ല. കരഞ്ഞാൽ തോറ്റുന്ന അമ്മ പറയും. ആർക്കു മുമ്പിലും തോറ്റു കൊടുക്കരുതെന്ന്. കല്ലിച്ചവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് ക്രിസ്റ്റി വീണ്ടും കഞ്ഞി അവൾക്ക് നീട്ടി. എന്തോരം കഷ്ടപ്പാട് സഹിച്ചിട്ടും എൻ്റെ അമ്മ എനിക്ക് മുമ്പിൽ ഇതുവരെ കരഞ്ഞിട്ടില്ല ഇച്ചേ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. എവിടെയും പോയിട്ടില്ല, ഇവിടെ ഉണ്ട് എൻ്റെ നെഞ്ചിൽ. എന്നെ ഇട്ടിട്ട് എവിടെയും പോകാൻ അമ്മയ്ക്ക് കഴിയില്ല. അമ്മയുടെ ഏറ്റവും വലിയ പേടി അത് തന്നെയല്ലായിരുന്നോ? എവിടെയും പോയില്ല ഇച്ചേ. സ്വന്തം നെഞ്ചിൽ തൊട്ട് കാണിച്ചിട്ട് മീര ക്രിസ്റ്റിയെ നോക്കി. മതി പറഞ്ഞു, ഇനിത്തിരി വെള്ളം കുടിച്ചിട്ട് നീ ഒന്ന് ഉറങ്ങുമോളെ. സഹിക്കാൻ വയ്യാത്തൊരു വേദനയോടെ ക്രിസ്റ്റി പറഞ്ഞു. എനിക്ക് ഉറങ്ങാൻ വയ്യയിച്ച്. കണ്ണടക്കുമ്പോൾ ദയനീയമായി മീര അവൻ്റെ കയ്യിൽ പിടിച്ചു. ഒന്നുമില്ല, ഇച്ചുണ്ടൂടെ. നീ ഉണരുവോളം ഞാൻ കാവലിരുന്നോളാം. എൻ്റെ ചങ്കിൽ ജീവനുണ്ടെങ്കിൽ നീ എങ്ങനെ ഒറ്റക്കാവും മോളെ? ഇത്തിരിയോളം പോകുന്ന പ്രായം മുതൽ ഇച്ച നിന്റെ കൂടെയല്ലേ? ഇനിയും ഉണ്ടാവും നിന്റെ കൂടെ തന്നെ. അവൻ അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നീ പറഞ്ഞ പോലെ അമ്മ എവിടെയും പോയിട്ടില്ല, ഇവിടെയുണ്ട് എൻ്റെ നിൻ്റെ നെഞ്ചിൽ. ആ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണ്, അതെനിക്ക് പാലിക്കണം. മീര അവൻ്റെ തോളിലേക്ക് തലചായ്ച്ചു. ഒന്നും ഓർക്കണ്ട, സങ്കടം ഉണ്ടാവും, ഇച്ചക്കറിയാം. പക്ഷെ ഷാരിയാനെ അനുഭവിച്ചതിൻ്റെ പാതി പോലും നീ അനുഭവിച്ച് തീർന്നിട്ടില്ല. പൊരുതി ജയിച്ചൊരു അമ്മയുടെ മകളാണ് നീ. ആ അമ്മയ്ക്ക് വേണ്ടി എൻ്റെ മോൾ തോൽക്കാൻ പാടില്ല. ഞാനതിന് സമ്മതിച്ചിട്ടില്ല. ഇടറിക്കൊണ്ട് പറയുന്നവനെ മീരയൊന്ന് തല ഉയർത്തി നോക്കി. പൊടുന്നേരെ നീർപ്പൊടിഞ്ഞ അവളുടെ കണ്ണിലേക്ക് എത്ര പെട്ടെന്നാണ് ഒരു കടലിരമ്പിയെത്തിയത്. ആ സങ്കടം പെയ്ത് തീരുവോളം ക്രിസ്റ്റി അവളെ നെഞ്ചിൽ അടക്കി പിടിച്ചിരുന്നു. നിനക്കെന്താ അതിലു ഇപ്പോഴൊന്നും പറയാനില്ലേ? ഋഷിന്റെ ശബ്ദത്തിൽ മൊത്തം പുച്ഛമായിരുന്നു. അത് നല്ലപോലെ മനസ്സിലായിട്ട് അവളൊന്നും മിണ്ടിയില്ല. കിടക്കയിൽ കൂട്ടിയിട്ട് അവളുടെ ഡ്രസ്സ് ഒന്നായി മടക്കി വെക്കുകയാണ്. നിനക്കൊരു ചേട്ടനേ ഉള്ളൂന്നും അവനൊപ്പം നിന്റെ പേര് ചേർത്ത് പറയുന്ന പോലും നിനക്ക് അറപ്പാണെന്ന് പറഞ്ഞുകൊടുന്ന നീയാണോ ഇപ്പൊ അവനൊപ്പം ചേർന്നിട്ട് പപ്പയോട് വഴക്കിനെന്ന്? കഷ്ടം. നിനക്ക് എന്താ അതിലു പറ്റിയത്? ഇത്ര അത്തപ്പൊതിച്ചു പോകാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു? തിരിഞ്ഞു നിൽക്കുന്ന ദിൽനയുടെ കൈ പിടിച്ച് വലിച്ച് തനിക്ക് മുന്നിലേക്ക് നീക്കി നിർത്തി ഋഷിൻ കടുപ്പത്തിൽ ചോദിച്ചു. കയ്യിലുള്ള തുണി കിടക്കയിലേക്ക് ഇട്ടുകൊണ്ട് ദിൽന ഒരു നിമിഷം അവനെ നോക്കി നിന്നു. എനിക്കെന്താണ് പറ്റിയെന്ന് ചേട്ടൻ അറിയില്ലേ? ശാന്തമായിരുന്ന അവളുടെ ചോദ്യം. കണ്ണുകളും കലഹങ്ങളൊന്നുമില്ലാതെ തെളിഞ്ഞു കിടക്കുന്നു. ചുണ്ടിലെ ചെറിയൊരു ചിരിയുമുണ്ട്. അത് നിന്റെ തെറ്റല്ലേ? ആ തിരുത്താനുള്ള വഴിയല്ലേ പപ്പ കണ്ടുപിടിച്ചു. പക്ഷെ നീ ചെയ്തൊട്ടും ശരിയായില്ല ദിലു. ക്രിസ്റ്റിയുള്ള ദേഷ്യം കൊണ്ട് ഋഷിന്റെ കൈകൾ ദിലുവിന്റെ കയ്യിൽ മുറുകി. എനിക്കൊരു ചേട്ടനേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോഴും അത് തന്നെ പറയുന്നു. എനിക്കൊരു ചേട്ടനേ ഉള്ളൂ. അത് ക്രിസ്റ്റി ഫിലിപ്പ് എന്ന എൻ്റെ ചേട്ടായിയ. അവൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം കൈ വേർപ്പെടുത്തി ഒട്ടും പതറാ ദിലു പറയുമ്പോൾ ഋഷിൻ അവളെ നോക്കി പല്ല് കടിച്ചു. കാരണം ഒരു സഹോദരൻ എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ഓരോ പെങ്ങളുടെയും അഹങ്കാരമാണ്. അവന് മുന്നിൽ ആ കണ്ണുകളിൽ നോക്കി ദിൽനാഥ് പറയുമ്പോൾ ഋഷിൻ ആ നോട്ടം നേടാൻ വയ്യുന്ന പോലെ നോട്ടം മാറ്റി.
എനിക്ക് പറ്റിയ തെറ്റാ, സമ്മതിച്ചു. പക്ഷേ ആ തെറ്റ് തിരുത്താൻ നിങ്ങൾ കണ്ടുപിടിച്ച വഴിയുണ്ടല്ലോ, അതെനിക്ക് മരണം പോലെയായിരുന്നു. പറഞ്ഞില്ലേ ഞാൻ? അതും പറഞ്ഞിട്ട് ആദ്യം ഓടി വന്ന് നിങ്ങളുടെ അടുത്തേക്കല്ലേ. അന്ന് പറഞ്ഞൊക്കെയും നിങ്ങൾ മറന്നുപോയാലും ഞാൻ എൻ്റെ മരണം വരെയും മറക്കില്ല. കാരണം അന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഓടി വന്ന എൻ്റെ ജീവനും കൊണ്ടായിരുന്നു. എല്ലാം പറഞ്ഞിട്ട് അവനൊപ്പം എനിക്ക് പേടിയാ. ആ ചതിൻ്റെ കൂടെ എന്നെ വിടരുതെന്നെല്ലാം കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞിട്ടോ നിങ്ങൾ കേട്ടോ? എൻ്റെ മനസ്സിലെ ഭയം അല്പം പോലും നിങ്ങൾക്ക് മനസ്സിലായോ? തനിക്ക് മുമ്പിൽ നിന്ന് കിടക്കുന്ന പെങ്ങളെ നോക്കി ഋഷി നാവിറങ്ങിയ പോലെ നിന്നുപോയി. അവനൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവൾ ആ പറഞ്ഞെല്ലാം സത്യമാണ്. എന്താണ് സംഭവിച്ചെന്ന് പോലും ചോദിക്കാത്ത, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പോലും ചോദിക്കാത്ത പപ്പയോട് പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളോട് പറഞ്ഞ് പിന്നെ വേറെ ആരോടും പറയാൻ എനിക്കങ്ങനെ ഒരു മോഹമില്ലായിരുന്നു. മരണം അതുമാത്രമായിരുന്നു എനിക്ക് മുമ്പുള്ള ഏകമാർഗം. അത്രത്തോളം ഞാൻ ഭയന്നിരുന്നു റോയ്സ് എന്ന ചതിൻ്റെ കൂടെയുള്ള ജീവിതം. ദിലീപിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവിടെയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞ എൻ്റെ ചേട്ടൻ്റെ വലിയ മനസ്സ് ഞാൻ കാണുന്നത്. ഞാനെന്ന പെങ്ങളോട് ആ മനസ്സിലുള്ള സ്നേഹം അറിയുന്നതും. നേരത്തെ ഒരു ചിരിയുണ്ടായിരുന്നു, അത് പറയുമ്പോൾ അവളുടെ മുഖം നിറയും. ഓർമ്മ വെച്ചത് മുതൽ പപ്പയും നിങ്ങളും ചെയ്യുന്ന പോലെ നിങ്ങളെക്കാൾ ആഴത്തിൽ ഞാൻ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ എൻ്റെ ചേട്ടായി. എന്നിട്ടും മരണക്കുരിക്കിൽ നിന്ന് എന്നെ കൈപിടിച്ചിറക്കി. എനിക്ക് പറയാനുള്ള മുഴുവനും കേട്ടു. സാരില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചേർത്ത് പിടിച്ചു. എനിക്ക് പറ്റിയ തെറ്റിനെ പോലും മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. എനിക്ക് വേണ്ടി റോയ്സിനെ തല്ലി. എത്രയൊക്കെ തടഞ്ഞു വെച്ചിട്ടും അത് പറയുമ്പോൾ ദിലിനെ കരയുന്നുണ്ടായിരുന്നു. എന്നിട്ടും ചിരിച്ചുകൊണ്ടാണ് അവൾ പറയുന്നത്. ഒരു സഹോദരൻ എന്താണെന്നും എങ്ങനെ ആയിരിക്കണമെന്നും ഞാൻ അന്ന് അറിഞ്ഞത്. ഒരു സഹോദരനുള്ള കടമകൾ എൻ്റെ ചേട്ടായി നന്നായി ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയും, എനിക്കിപ്പോൾ ഒരു ചേട്ടനേ ഉള്ളൂ. ഒരിക്കലും അത് നിങ്ങളല്ല, ഇനി ആവാനും പോകുന്നില്ല. അവന് നേരെ അവൾ വിരൽ നീട്ടി പറഞ്ഞു. ഇന്നോളം താൻ കണ്ടവളല്ല ഇപ്പോൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്നെന്ന് ഋഷിന് മനസ്സിലായി. അവൾക്ക് എവിടുന്ന് ഇത്രയും ധൈര്യം കിട്ടുന്ന അവൻ അത്ഭുതപ്പെട്ടു. അവന് നിനക്ക് അറിയില്ല. എന്നിട്ട് ഋഷിൻ വെറുതെ പറഞ്ഞു നോക്കി. എനിക്കിനി അറിയാനൊന്നും ബാക്കിയില്ല. അവളും വീറോടെ തന്നെ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഒടുക്ക നിനക്ക് ഞാനും പപ്പയും മാത്രമേ ഉണ്ടാവുള്ളൂ, അത് നീ മറക്കണ്ട. അവൻ പറയുന്ന കേട്ട് ദിലിനെ പുച്ഛത്തോടെ ചിരിച്ചു. അതെനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. ആരൊക്കെ എനിക്കിപ്പോൾ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അവനെ ഒട്ടും ഗൗനിക്കാതെ ദിലിനെ വീണ് തിരിഞ്ഞു നിന്നിട്ട് അവൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് നീങ്ങി. ഒരു നിമിഷം കൂടി അവളെ നോക്കി നിന്നിട്ട് ഋഷിൻ തിരിഞ്ഞടന്നു. അപ്പോഴും ക്രിസ്റ്റിയോടുള്ള ദേഷ്യം അവൻ്റെ നെഞ്ചിൽ നിറഞ്ഞ് കവിയുന്നുണ്ടായിരുന്നു. അകത്തുണ്ട്, അങ്ങോട്ട് ചെന്നോളൂ. കാറിൽ നിന്നിറങ്ങിയ ഡെയ്സിയെ നോക്കി ഫൈസി പറഞ്ഞു. ഇത്തിരിയുള്ള ആ മുറ്റത്ത് വലിച്ചു കിട്ടിയ പന്തൽ അപ്പോഴൊന്നും അഴിച്ചിരുന്നില്ല. ഒഴിഞ്ഞ കസേരകൾ മാത്രം ബാക്കിയായി കിടക്കുന്നു. വേദനിപ്പിക്കുന്ന ഒരു മൗനം അവിടമാകെ പടർന്നു നിൽക്കുന്നുണ്ട്. ഫൈസി ഒന്നുകൂടി നോക്കിയിട്ട് ഡെയ്സി പതിയെ അകത്തേക്ക് നടന്നു. ചിതറിക്കിടക്കുന്ന കസേരകളെല്ലാം ഫൈസി പെറുക്കി കൂട്ടി അട്ടിയിട്ടു. വേദനിപ്പിക്കുമെങ്കിലും പ്രിയപ്പെട്ടവളെയൊന്ന് കാണണമെന്നുമുണ്ടായിരുന്നു അവൻ്റെ ഉള്ളം നിറയെ. വല്ലതും കഴിച്ചു കാണോ? ഉണ്ടാവും. ക്രിസ്റ്റി പറയുന്നൊന്നും അവൾ ഇന്നോളം തട്ടിക്കളഞ്ഞിട്ടില്ല. ഓരോന്ന് ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിൽ നിറയെ അവളായിരുന്നു. ഉറങ്ങിയോ? പെട്ടെന്നൊരു കൈകൊണ്ട് മുഖം അമർത്തി തുടച്ചിട്ട് ക്രിസ്റ്റി മറുപടി പറഞ്ഞു. അവൻ കരയുകയായിരുന്നു എന്ന് കലങ്ങിയ കണ്ണുകൾക്കാണ് ഡെയ്സിക്ക് മനസ്സിലായി. അവൻ്റെ ഒരു കയ്യിൽ മീര ഉറക്കത്തിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. ഡെയ്സി കൈ നീട്ടി മീരയുടെ നെറുകയിലൊന്ന് തലോടി. എന്തെങ്കിലും കഴിച്ചോ അവള്? അവരെ നോക്കാതെ അവനൊന്ന് മൂളി. സത്യത്തിൽ ഡെയ്സിയുടെ കൂടെ അവിടെ ഇരിക്കുമ്പോൾ അവനേറെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഒരുപാട് ചോദ്യം നെഞ്ചിൽ തികട്ടി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ചോദിക്കാൻ പറ്റിയൊരവസ്ഥയിലുമല്ല. ഇവിടെ ഞാനിരിക്കാം, മോ പോയെന്ന് കിടക്കി ഇച്ചിരി നേരം, ഒട്ടും വയ്യ നിനക്ക്. അലിവോടെ ഡെയ്സി പറയുന്നു കേട്ടതും ക്രിസ്റ്റി അവരെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. ആ കണ്ണുകളിൽ വല്ലാത്തൊരു വേദന പിടയുന്നു. ചെല്ലടാ, അമ്മയുണ്ടാവും ഇവിടെ. കൈനീട്ടി അവൻ്റെ കയ്യിലും തൊട്ടി ഡെയ്സി വീണ്ടും പറഞ്ഞു. ഒന്ന് തലയാട്ടിക്കൊണ്ട് അവൻ മീരയെ നോക്കി. ഉറക്കിലായിരുന്നിട്ട് കൂടി അവളുടെ പിടുത്തം വിടിവിക്കാൻ അവനൽപ്പം ബുദ്ധിമുട്ടി. അത്രത്തോളം മുറുക്കമുണ്ടായിരുന്നു അതിന്. അനക്കങ്ങളെല്ലാം നിലച്ച ആ വീടിനുള്ളിൽ മുഴുവനും വെളിച്ചമണഞ്ഞതുപോലെ. ഷീല മാത്രം അപ്പുറത്തെ മുറിയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം തിരിച്ചു പോയിരുന്നു. ക്രിസ്റ്റി ആ ചെറിയ അടുക്കളയിലേക്ക് ഇറങ്ങി നോക്കി. അനാഥയെ പോലെ. ഷാരി ആൻറ്റിയുടെ വലിയൊരു വിടവുണ്ട് അവിടെ. ഈ ഇത്തിരി സ്ഥലം ഇവിടെ നിന്ന് വിശേഷപ്പെട്ടതുണ്ടാക്കിയാലും സ്നേഹത്തോടെ തനിക്കൊരു ഭക്ഷണം ഉറപ്പാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ വരണേ മോനെ. ഇന്ന് താഴ്മയോടെ എത്ര വട്ടം പറഞ്ഞിരിക്കുന്നു. തൻ്റെ ഔദാര്യമാണ് ആ ജീവിതമെന്ന് ഓരോ ദിവസവും മന്ത്രം പോലെ പറയും. ഓർമ്മകൾ വീണ്ടും ക്രിസ്റ്റിയെ ഞെരിയിക്കാൻ തുടങ്ങി. തല നന്നായി വേദനിക്കുന്നുണ്ട്. മനസ്സിന് യാതൊരു സുഖവുമില്ല. ഗ്യാസ് അടുപ്പിലുണ്ടായിരുന്ന ഒരു പാത്രം തുറന്നു നോക്കിയപ്പോൾ അത് ചായയായിരുന്നു. ചെറിയൊരു ചൂടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ട് അവനത് ഒന്നുകൂടി ചൂടാക്കി 2 ഗ്ലാസുകളിലേക്ക് പകർന്നു. അതുമായി ഉമ്മറത്തേക്ക് നടന്നു.
ഇല്ല, രാവിലെ വരാം. അതും പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ടുകൊണ്ട് ഉമ്മറത്തെ വലിയ സിമെന്റ് തിണ്ണയിൽ ഫൈസ ഇരിപ്പുണ്ടായിരുന്നു. വീട്ടിൽ നിന്നാണോ? ഒരു ഗ്ലാസ് ചായ അവന് മുമ്പിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. തിരിഞ്ഞു പോലും നോക്കാതെ അവനൊന്ന് മൂളി. നിനക്ക് പോണെങ്കിൽ പോയിട്ട് വാ, നാളെ രാവിലെ എത്തിയാൽ മതിയല്ലോ. അവനരികിലേക്ക് ഇരുന്നുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. വരില്ലാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വല്ലാതെ മുറുക്കമുള്ള ഫൈസയുടെ സ്വരം. ചായ കുടിക്ക്. ക്രിസ്റ്റി പറഞ്ഞിട്ടും ഫൈസ അതുപോലെ തന്നെ ഇരുന്നു. മീര, അവൾ വല്ലതും കഴിച്ചോ? വളരെ നേർത്തു പോയിരുന്ന ഫൈസയുടെ സ്വരം. കഞ്ഞി കുടിച്ചു, ഇപ്പോൾ ഉറക്കാം, അമ്മയുടെ അരിയില്ല. കയ്യിലെ ചായ കുടിക്കുന്നതിനിടെ ക്രിസ്റ്റി പറഞ്ഞു. ഫൈസ അപ്പോഴും ഏതോ ചിന്തയോടെ അതേ ഇരിപ്പ് തന്നെയായിരുന്നു. ആർക്കും ഒരു സംശയവും തോന്നരുത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഷാഹിദ് കൂടെയുള്ളവരോട് പറഞ്ഞു. അറിയാം ബോസ്, അവരെല്ലാം ഒറ്റക്കെട്ടായി പറഞ്ഞു. ഗുഡ്. അവന്റെ ചുണ്ടിലൊരു ഭംഗിയുള്ള ചിരി വിരിഞ്ഞു. അനിയന്റെ പ്രണയം അറിഞ്ഞിട്ട്, അത് ഈ കോളനിക്കാരി പെൺകുട്ടിയോടാണെന്ന് അറിഞ്ഞിട്ട്, വെള്ളമടിച്ച് പൂസായി ഇവിടുത്തെ ആൾക്കാരെ മൊത്തം തെറി വിളിക്കുന്ന ക്രിസ്റ്റി ഫിലിപ്പായി നീ തകർക്കണം. ഇവിടുത്തെ പെണ്ണിനോടുള്ള വെറും ടൈം പാസ് മാത്രമാണെന്ന് ചേട്ടന്റെ ഒറ്റയടിക്ക് സമ്മതിച്ചു കൊടുക്കുകയും ഇനി അവളെ വേണ്ടെന്ന് പറയുന്ന അനിയൻ ഋഷിൻ ചെറിയാൻ നിന്നോടുകൂടിയാണ് ഞാൻ പറയുന്നത്. വണ്ടിയുടെ പിന്നിലിരിക്കുന്നവരോട് തിരിഞ്ഞു പോയിക്കൊണ്ട് ഷാഹിദ് പറഞ്ഞു. കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റി അവരൊന്നുകൂടി പുറത്തേക്ക് നോക്കി. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. ഗൗരിയുടെ വീടിരിക്കുന്ന കോളനിയുടെ അരികിലാണ് അവനവന്റെ ഗ്യാങ്. നീ ഋഷിൻ ചെറിയാൻ, ഇത് നിന്റെ ചേട്ടൻ ക്രിസ്റ്റി ഫിലിപ്പ്, മാറിപ്പോരുത്. തൊട്ടരികിലിരിക്കുന്നവരോട് ഷാഹിദ് പറയുമ്പോൾ സിരിയോട് അവർ രണ്ടാളും പരസ്പരം നോക്കി. പരമാവധി രംഗം വഷളാക്കിയിട്ട് വേണം രണ്ടുപേരും തിരികെ വരാൻ. ഈ കോളനിയിൽ ഇനി ആരും കുന്നേൽ വീട്ടിൽ ക്രിസ്റ്റി ഫിലിപ്പിനെ അവന്റെ അനിയൻ ഋഷിൻ ചെറിയാനെയും മറക്കാൻ പാടില്ലാത്ത വിധം. എന്തുണ്ടായാലും ഞാൻ നോക്കിക്കോളാം. ഇന്നത്തോടെ അവന്റെ പ്രണയം പൂത്തിരിയാവണം. കുന്നേൽ തറവാട്ടിൽ ഇവിടെയുള്ളവർ കയറി മേയണം. ഉന്മാദത്തോടെ ഷാഹിദ് വീണ്ടും ചിരിച്ചു. അറക്കൽ തറവാട്ടിൽ കയറി കളിക്കാൻ ഉശിരുള്ള ആൺകുട്ടിക്ക് തിരിച്ചു കൊടുക്കുമ്പോ അതല്പം പവറോടുകൂടി തന്നെ വേണം. ഇല്ലെങ്കിൽ അതെനിക്കല്ലേ മോശം. കടന്നിൽ കൂടിളകിയ പോലെ കോളനിക്കാർ കുന്നിൽ തറവാട്ടിൽ കയറി നിറങ്ങണം. ചെയ്യാത്ത തെറ്റിന് ചേട്ടനും അനിയൻ തമ്മിൽ തല്ലുന്ന് കാണാൻ ഏറ്റവും മുന്നിൽ ഞാനുണ്ടാവും. വന്യമായൊരു തിളക്കമുണ്ടായിരുന്നു ഷാഹിദ് അത് പറയുമ്പോൾ. അവനറിയണം, ഷാഹിദ് വാക്ക് പറഞ്ഞു വെച്ച പെണ്ണിനെ കയറി പ്രേമിച്ചാനുള്ള പ്രത്യാഘാതം. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇമാതിരി വേലക്കിറങ്ങാൻ അവന് തോന്നാത്ത വിധം. ഇതെന്റെ ഫസ്റ്റ് ഗിഫ്റ്റ്. കുന്നൽ ക്രിസ്റ്റി ഫിലിപ്പ്, ഇറങ്ങിക്കോ. കൂടെയുള്ളവരോട് വീണ്ടും പറഞ്ഞിട്ട് ഷാഹിദ് സ്റ്റിയറിംഗിൽ താളമിട്ടു. ചുംബലക്കാ ചുംബലക്കാ ചുംബല ചുംബാലേ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.